ഹായ് ഹലോ ഗൈസ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞാനിവിടെ ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച് വെക്കുന്ന സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് കുറച്ച് ക്യാരറ്റ്, അതുപോലെ മുരിങ്ങക്കായ, അതുപോലെ ഉരുളക്കിഴങ്ങ്, അതുപോലെ സവാള, തക്കാളി, വെണ്ടയ്ക്ക, അതുപോലെ കുറച്ച് കുമ്പളങ്ങ. നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ നമുക്ക് സാമ്പാറിലോട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് തക്കാളി, അതുപോലെ മുറിച്ചെടുത്ത കഷ്ണങ്ങളെല്ലാം നമ്മൾ ഒരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ അടുപ്പിലാണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. നമ്മൾ ഗ്യാസ് സ്റ്റൗവിലല്ല നമ്മൾ കറി ഉണ്ടാക്കുന്നത്. നമ്മൾ മാക്സിമം നമ്മൾ സദ്യ, അതുപോലെ ഈ നോൺ വെജ് ഐറ്റംസ്, അതുപോലെ വെജ് ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ സാധാരണ വിറകടുപ്പിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കത് ഒന്നും കൂടി നമുക്ക് ടേസ്റ്റുള്ള ഫുഡായിട്ട് തോന്നും നമുക്കത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കഷ്ണങ്ങളെല്ലാം വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ടുണ്ട്. എന്നിട്ട് കഷ്ണത്തിനൊപ്പം ഏകദേശം കുറച്ച് പച്ചവെള്ളവും പാർന്നിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ഉപ്പ് ഇത്തിരി ഇട്ടിട്ട് ഞാൻ കഷ്ണം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്കയുടെ അത്രയും വലിപ്പത്തിലുള്ള കുറച്ച് വാളം പുളിങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് വെള്ളം പാർന്നിട്ട് അവിടെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് നമ്മൾ കഷ്ണം വെന്തോ നമ്മൾ നോക്കുക, അടുപ്പിൽ വെച്ചിട്ട് കഷ്ണം വെന്തോ നോക്കുക. കഷ്ണം വെന്ത് കഴിഞ്ഞിട്ട് നമ്മളതിലോട്ട് കഷ്ണം വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തേങ്ങ വറുത്തരച്ചിട്ട് നമ്മൾ സാമ്പാർ വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് തേങ്ങ വറുക്കാനുള്ള എന്തൊക്കെയാണ് അതിലോട്ട് വേണ്ടത് നമുക്ക് നോക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് ഉഴുന്ന്, ഉലുവ, അതുപോലെ ചെറിയ ഉള്ളി, കുറച്ച് കരിവേപ്പിൻ്റെ ഇല, ഇത്രയും സംഭവങ്ങൾ നമ്മൾ തേങ്ങ വറുക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് വെണ്ടയ്ക്ക, അതുപോലെ കുറച്ച് മുരിങ്ങക്കായ, ഇത്രയും സംഭവം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ വേറെ കഷ്ണം വേവിക്കാൻ വെച്ച സമയത്ത് കുമ്പളങ്ങ, അതുപോലെ കിഴങ്ങ്, ക്യാരറ്റ്, സവാള, ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഈ വെണ്ടയ്ക്കയും മുരിങ്ങക്കായും നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ വെണ്ടയ്ക്ക് നമ്മൾ കറിയിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് എണ്ണയിലിട്ട് വറുത്തിട്ടാണ് നമ്മൾ വെണ്ടയ്ക്ക നമ്മൾ സാമ്പാറിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്ക എന്ന് പറഞ്ഞ സാധനം വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെ വറുത്തിട്ട് നമ്മൾ കറിയിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഉടയില്ല. അതങ്ങനെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ മുറിച്ചിട്ടുള്ളത് ആ ഒരു ഷേപ്പിൽ തന്നെ വെണ്ടയ്ക്ക ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ വെണ്ടയ്ക്ക വറുത്തതും അതുപോലെ മുരിങ്ങാക്കായും നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ കറിയിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ മുരിങ്ങാക്കായ്ക്ക് വേവ് കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുരിങ്ങാക്കായ നമ്മൾ ഓൾറെഡി നമ്മൾ കഷ്ണത്തിൻ്റെ കൂടെ നമ്മൾ വെക്കാത്തത്. അപ്പോൾ മുരിങ്ങാക്കായ ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ കൊണ്ട് മുരിങ്ങാക്കായ വെന്ത് കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മൾ മുരിങ്ങക്കായും വെണ്ടയ്ക്കും നമ്മൾ കറിയിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പുളിങ്ങ ഉണ്ടല്ലോ, പുളിങ്ങ നന്നായിട്ട് തിരുമ്മി എടുത്തിട്ട് അതിൻ്റെ പുളിയുടെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമ്മൾ കറിയിലോട്ട് ഒഴിച്ച് കുറച്ച് മുളക് പൊടിയും കൂടി നമ്മൾ കറിയിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കറി തിളച്ച് വന്നിട്ട് അപ്പോഴേക്ക് മുരിങ്ങക്കായി ഈ പുളിവെള്ളത്തിൽ കിടന്ന് വെന്ത് കിട്ടും. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറായി മാറണം. എന്നിട്ട് നമ്മൾ അതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഈ തേങ്ങ വറുക്കുന്ന സമയത്ത് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ തേങ്ങ വറുക്കേണ്ടത്. എന്നാൽ മാത്രം നമ്മൾ സാമ്പാറിലോട്ട് നമ്മൾ വറുത്തരച്ച തേങ്ങ നമ്മൾ പാരുമ്പോൾ ആ കറിയിലോട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു അരച്ച അരപ്പ് നമ്മൾ പാരുമ്പോൾ സാമ്പാറിൻ്റെ ആ ഒരു ടേസ്റ്റ്, ആ ഒരു മല്ലിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ തേങ്ങ നന്നായിട്ട് വറുത്ത് അരച്ച് അവിടെ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മളത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ മുരിങ്ങക്കായും വെണ്ടയ്ക്കൊക്കെ നമ്മൾ കറിയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞിട്ട് അതിലോട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ, അതും കൂടി നമ്മൾ അതിലോട്ട് നമ്മൾ പാർന്ന് കൊടുക്കുക. കറിയിലോട്ട് നമ്മൾ പാർന്ന് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കറി
തിളപ്പിച്ചെടുക്കുക. അപ്പോൾ സോറി, ചെറിയൊരു പ്രോബ്ലം ഉണ്ടായപ്പോൾ വീഡിയോ ഒന്ന് കട്ടായി പോയതാണ്. അത് വേറൊന്നുമല്ല, മോന് ഉറക്കിയതായിരുന്നു. അപ്പോൾ മോനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവനെ ഒന്ന് ഇതാക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമ്മൾ കറിയിലോട്ട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കറി തിളപ്പിച്ചെടുക്കുക. കറി തിളപ്പിച്ചെടുത്തിട്ട് അതിലൂടെ നമ്മൾ കുറച്ച് സാമ്പാർ പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കറി തിളപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ പാകത്തിന് ഉപ്പൊക്കെ നമ്മുടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് കറി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ പിന്നെ അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കുക. എന്നിട്ട് നമ്മളതിലോട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മളതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ പാരുക. അതുപോലെ കടുക്, കരിവേപ്പില, വറ്റൽമുളക് ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് വറവിട്ടിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത്രയും സംഭവങ്ങളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി ആരും തേങ്ങ വറുത്തരച്ച് സാമ്പാർ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് കരുതിയിട്ട് ഇനി ആരും ഉണ്ടാക്കാതിരിക്കരുത്. എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ യൂസ്ഫുള്ളായി ഞാൻ കരുതുന്നു. അതുപോലെ ഇനി നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്കിതുപോലെ ഓരോരോ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഹാപ്പിയായി സേഫായിട്ടിരിക്കുമെന്ന് വിചാരിക്കും.